ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടെക്നിക്ക് യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്നിട്ട് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറാണ്, വരയില്ലാത്തത്. അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു പേന ആവശ്യമാണ്. ഇത് രണ്ടും റെഡിയാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണുക, എന്നിട്ട് ഇത് ലൈക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിടുക, അല്ലെങ്കിൽ ഹിസ്റ്ററി നോക്കിയിട്ട് വീണ്ടും വന്നിട്ട് പേനയും പേപ്പറും കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ടെക്നിക്ക് ഒന്നുകൂടി കൃത്യമായി കേട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പേപ്പറിൽ ആദ്യം തന്നെ സെൻട്രലായിട്ട് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേരാണ് എഴുതേണ്ടത്. ആ പേര് മധ്യത്തിൽ എഴുതുക. ആദ്യം അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേര് എഴുതുന്നു. അതിന് മുകളിലായിട്ട് ആരാണോ ഇത് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ പേര് കൊടുക്കുന്നു, ആദിഷ് എന്ന് കൊടുക്കുന്നു. റൈറ്റ് സൈഡിൽ ആദിഷ് എന്ന് കൊടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ ആദിഷ് എന്ന് കൊടുക്കുന്നു. ആ പേരിൻ്റെ താഴ്ഭാഗത്തും ആദിഷ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ 4 ഭാഗത്തും ആദിഷ് എന്നുള്ള പേര് എഴുതി, സെൻറ്ററിൽ കൈന എന്നുള്ള പേരും എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കൈന കം ബാക്ക് ടു മീ നൗ എന്ന് താഴത്ത് ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതുക. അത് എഴുതിയതിനു ശേഷം 3 തവണ അണ്ടർലൈൻ നീട്ടി വരക്കുക. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് 7 തവണ നിങ്ങൾ മടക്കുക. 7 തവണ മടക്കിയതിന് ശേഷം നിങ്ങൾ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് കൂടി ചെയ്യാനുണ്ട്. ഇത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഒരു 10 ബ്രീത്ത് ചെയ്യുക. ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്ന് മൈൻഡ് കാമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഹാപ്പി ആയിട്ടുള്ള, നിങ്ങൾ ആരെയാണോ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു മൊമെൻ്റ് മനസ്സിൽ കാണുക. അത് മാക്സിമം നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ കാണുകയും ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുകയും രണ്ടുപേരുടെയും ആ സമയത്തെ ആ ഒരു ഇമോഷൻസ്, തോട്ട്സ്, ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് മാക്സിമം നമ്മുടെ 5 സെൻസസ് വെച്ചിട്ട് ഫീൽ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് ഒരു ട്രെയിലർ പോലെ നിങ്ങൾ മനസ്സിലത് ഇങ്ങനെ കാണുക, കൃത്യമായിട്ട് കാണുക. അത് മാക്സിമം ഫീൽ ചെയ്യുക. അതിനുശേഷം പതിയെ കണ്ണുകൾ തുറക്കാം. എന്നിട്ട് ഈ പേപ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ പില്ലോയുടെ അകത്തോ അഥവാ നിങ്ങൾ കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പില്ലോയുടെ കവറിനുള്ളിലോ അതല്ലാന്നുണ്ടെങ്കിൽ വാലറ്റിലോ പേഴ്സിലോ ബാഗിലോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യണം. ഒരു 21 ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഡേ നമ്മളിത് എടുത്ത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു, ബ്രീത്ത് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, വീണ്ടും ഇത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുന്നു. അങ്ങനെ ഒരു തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യുക. ഒന്നുകിൽ രാവിലെ എണീറ്റ് ഉടനെ ചെയ്യുക, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ എനർജി ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള, നമ്മൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും. അവർക്ക് കൂടുതൽ മിസ്സിങ് ഫീൽ ചെയ്യും, നിങ്ങളെ വേണമെന്ന് തോന്നും, നിങ്ങളെ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരട്ടെ, ആ വ്യക്തി തിരിച്ചു വരട്ടെ. എന്നിട്ട് റിസൾട്ട് ലഭിച്ചതിന് ശേഷം നിങ്ങളെ താഴത്ത് വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും വീഡിയോസിന് വേണ്ടിയിട്ടുള്ള സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞാനും ഞങ്ങളുടെ ടീമും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പിന്നെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് അല്ലാത്ത ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ടെൻഷൻ, ഡിപ്രഷൻ, വർക്ക് സ്ട്രെസ്, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഫെയിലിയർ, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവില്ല കേൾക്കാനായിട്ട്. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പഠിച്ചിട്ടുള്ള, വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുടെ പ്രശ്നങ്ങൾ. അതിനുള്ളൊരു സൊല്യൂഷൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നമുക്ക് ഒരു കേരളത്തിലെ തന്നെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെൻ്ററുണ്ട്. സോ അവിടെ സൈക്കോളജിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. നിങ്ങൾക്ക് ആ സേവനമൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തായാലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ രീതിയിലും റിലേഷൻഷിപ്പിൽ മാത്രമല്ല, മാനസികമായിട്ടും നമ്മൾ എപ്പോഴും മൈൻഡ് കൂടി ഓക്കെ ആണെങ്കിലേ നമുക്ക് ജീവിതത്തിൽ എല്ലാം ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ മാനസിക ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു. നമസ്തേ.